അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം. സോഷ്യൽ മീഡിയയിലെ താരമാണ് രേണു. താരം പങ്കുവെക്കുന്ന റീലുകളും ഫോട്ടോഷൂട്ടുകളുമെല്ലാം വൈറലായി മാറാറുണ്ട്. അതേസമയം തന്റെ റീലുകളുടെയും ഫോട്ടോഷൂട്ടുകളുടെയും പേരിൽ കടുത്ത സൈബർ ആക്രമണവും രേണു നേരിടുന്നുണ്ട്. വിമർശനങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അഭിനയത്തിലുമെല്ലാം സജീവമാറുകയാണ് രേണു. സിനിമയിലും സംഗീത ആൽബത്തിലുമെല്ലാം അഭിനയിച്ച് കയ്യടി നേടുകയാണ് രേണു ഇന്ന്. തന്നെ വിമർശിക്കുന്നവർക്ക് കൃത്യമായ മറുപടി നൽകാനും രേണു മടിക്കാറില്ല. കമന്റ് ഇട്ട് തന്നെ തളർത്താൻ സാധിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു. ഇപ്പോഴിതാ രേണു പങ്കുവച്ച പുതിയൊരു വീഡിയോയും അതിനുള്ള കമന്റുകളും ശ്രദ്ധ നേടുകയാണ്. ഫോട്ടോഷൂട്ടിനായി ഒരുങ്ങുന്ന രേണുവാണ് വീഡിയോയിലുള്ളത്. പതിവ് പോലെ രേണുവിന് പിന്തുണ അറിയിച്ചും മേക്ക് ഓവറിന് കൈയടിച്ചും നിരവധി പേർ എത്തിയിട്ടുണ്ട്. എന്നാൽ മറ്റു ചിലരാകട്ടെ രേണുവിനെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ബോഡി ഷേമിംഗ് നടത്തുകയും ചെയ്യുന്നുണ്ട്. തന്നെ പരിഹസിക്കാൻ ശ്രമിക്കുന്നവർക്ക് രേണു ചുട്ടു മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. പല്ലിക്ക് മേക്കപ്പ് ഇട്ട പോലെ ഉണ്ടല്ലോ എന്നായിരുന്നു ഒരാളുടെ കമന്റ്. അതിന് രേണു നൽകിയ മറുപടി നീ ആരാടാ പല്ലിക്കും ഉണ്ടടാ അന്തസ് എന്നായിരുന്നു. രേണുവിനെ പിന്തുണച്ചും ആളുകൾ എത്തുന്നുണ്ട്. ഇവരും ഇയാൾക്ക് മറുപടി നൽകുന്നുണ്ട്. എല്ലാവർക്കും അവരുടേതായ ഭംഗിയുണ്ട്. അഭിനയം കൊള്ളില്ലേൽ പറയണം, ആ ഡ്രസ്സ് കൊള്ളില്ലേൽ പറയാം, എന്തിനാ ബോഡി ഷെയിം ചെയ്യുന്നതെന്ന്, നമ്മൾ ആരും എല്ലാം തികഞ്ഞവരല്ല എന്നായിരുന്നു മറുപടി. രേണു പൃഥ്വിരാജിനോടൊരു ചാൻസ് ചോദിക്കണേ, ഉറപ്പായും കിട്ടും, അത്രയ്ക്കും അഭിനയമാണ്, ഒരു രക്ഷയുമില്ല എന്നായിരുന്നു മറ്റൊരാളുടെ പരിഹാസം. ഇതിനും രേണു മറുപടി നൽകുന്നുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചാൽ ഞാൻ അഭിനയിക്കുമെന്നാണ് രേണു നൽകിയ മറുപടി. അതേസമയം ഇതെന്ത് കോലമെന്ന് ചോദിച്ച ഒരാളോട് രേണു പറയുന്നത് നീ പിന്നെ സംഭവമാണല്ലോ എന്നാണ്. അതേസമയം നിരവധി പേരാണ് രേണുവിനെ അധിക്ഷേപിച്ച് രംഗത്തെത്തുന്നത്. നയൻതാരയാവാൻ നോക്കി പഴുതാരയാവുന്നു. ചിലർ ബ്യൂട്ടീഷ്യൻ കുറെ വാരിക്കൂട്ടും. പണി നിർത്തണ്ട മോളെ, നീ പണക്കാരിയാവും, ഇപ്പോൾ കുപ്പായം ഇത്ര ഇറക്കമുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ തുണി എവിടെയാ ഉള്ളതെന്ന് ചോദിക്കേണ്ടി വരും. ആ ചേച്ചിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അതവരുടെ പ്രൊഫഷൻ ആണ്. സിനിമയിലെത്തിയാൽ എല്ലാവരും ഇങ്ങനെയാകും, അല്ലെങ്കിൽ അവർ ആകും. മോന്ത കണ്ടാൽ പട്ടി കഞ്ഞി കുടിക്കില്ല കോലമാണ്, പാടത്ത് വിൽക്കാൻ കൊള്ളാം, ഏതോ കടയിലെ മുഴുവൻ വൈറ്റ് സിമെന്റ് മേടിച്ച് പൂശിയിട്ടുണ്ട് എന്നിങ്ങനെയാണ് ചിലരുടെ അധിക്ഷേപ കമന്റുകൾ. അതേസമയം നെഗറ്റീവ് കമന്റുകളോട് തന്റെ നിലപാടെന്തെന്ന് രേണു നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ തനിക്കിഷ്ടമുള്ളൊരു ജോലിയാണ് ചെയ്യുന്നത്, മറ്റു പലരും ചെയ്യുന്ന ജോലി തന്നെയാണിത്, അവർക്കാർക്കും ഇല്ലാത്ത വിമർശനം തനിക്കെന്തിനാണെന്ന് രേണു ചോദിക്കുന്നുണ്ട്. താൻ വീട്ടിൽ തന്നെ ഇരിക്കണമെന്നാണ് ഇക്കൂട്ടർ പറയുന്നതെങ്കിൽ താൻ പറയുന്ന പണം മാസാമാസം തന്നാൽ മതിയെന്നും രേണു പറയുന്നുണ്ട്. താൻ ചെയ്യുന്നത് തൻ്റെ ജോലി മാത്രമാണെന്നും ആർക്കും തന്നെ തടയാൻ സാധിക്കില്ലെന്നും രേണു പറയുന്നു.